ഇടവലത്ത് പുടയൂർമനയിലെ മന്ത്രശാലയിലെ പരദേവതയാണ് പൂവച്ചാൽ ഭഗവതിയമ്മ. വലിച്ചെറിഞ്ഞു കാളകാട് പിടിച്ചുകയറ്റി പൂന്തോട്ടം എന്ന് ഭഗവതിയുടെ മുമ്പസ്ഥാനത്തിൽ പറയുന്നു. കാളകാട്ട് മന്ത്രവാദിയാൽ ഉപേക്ഷിക്കപ്പെട്ട ഭഗവതിയെ അത്യുഗ്രഭാവത്തിലാണ് പുടയൂർമനയിൽ ആരാധിക്കപ്പെടുന്നത്. പല നാടുകളിൽ പല പേരുകളിൽ ഉഗ്രമൂർത്തി ഭാവത്തിൽ രുദ്രമഹാകാളിയായ ഈ ദേവതയെ ആരാധിച്ചു വരുന്നുണ്ട്. തലോറയിൽ പൂവച്ചാൽക്കാവിൽ അധിവസിച്ച ഭഗവതി ഈ നാടിൻ്റെ നാട്ടുപരദേവതയായി പൂവച്ചാൽ ഭഗവതി എന്നറിയപ്പെട്ട ദേവി പൂവച്ചാൽക്കാവിൽ സ്വൈരിണിയായി വിഹരിച്ചു. 700 വർഷങ്ങൾക്ക് മുമ്പ് ഇടവലത്ത് പുടയൂരിലെ മഹാമാന്ത്രികനായ ഒരു പൂർവികൻ ഭഗവതിയെ നിത്യാരാധനയ്ക്കായി കാവിൽ നിന്നും ഒരു ചൂരൽ വെട്ടി അതിലേക്ക് ആവാഹിച്ച് ഇല്ലത്ത് കുടിയിരുത്തി. മാതൃഭാവത്തിൽ ഇല്ലത്തിൻ്റെ രക്ഷാമൂർത്തിയായി പൂവച്ചാൽ ഭഗവതി ഇടവലത്ത് പുടയൂർ മന്ത്രശാലയുടെ മന്ത്രതന്ത്ര പാരമ്പര്യത്തെയും തലോറ നാടിനെയും ഭക്തരെയും കാത്തു സംരക്ഷിച്ചു പോന്നു.
ആലശ്ശേരി 64 ഗ്രാമം 3 മഠത്തിൽ പെരുഞ്ചൊല്ലൂർ ഗ്രാമത്തെയും മുമ്പിൽ കരുതി ഒരവസ്ഥ വിശേഷിക്കുന്നു. ഉഗ്രമൂർത്തി ഉവ്വച്ചാൽ ഭഗവതി ഇന്നത്തെ വേദമായിട്ട് എൻ്റെതായിരിക്കുന്ന ഇടവലത്ത് മന്ത്രശാലം വേദമായിട്ട് എൻ്റെതായിരിക്കുന്ന തീക്കളിയും തിരുനോർത്തും അറുത്തും കുറിച്ചുള്ള കളിയാവള്ളിയും വാങ്ങിത്തളഞ്ഞു മേലാളി പെരുഞ്ചൊല്ലുകാവേ, മേലാളി പെരുഞ്ചൊല്ലുകാവേ, മേലാളി പെരുഞ്ചൊല്ലുകാവേ. എൻ്റെതായിരിക്കുന്ന തിരുവാപുരത്വം ഇന്നടത്ത് നട്ടുവെന്നും ഇന്നടത്ത് പടന്നുവെന്നും ഇന്നതാതിൻ്റെ പക്ഷമെന്നും രസമെന്നും ഗുണമെന്നും നിങ്ങളുടേതായിരിക്കുന്ന ആത്മഹത്യകൾ ഉണ്ടല്ലോ അല്ലേ. എടുത്തെറിഞ്ഞാൻ എൻ്റെ കാളകാട് കാളകാട് ചന്ദ്രനെല്ലൂരണിക്ക് ആധാരേ പിടിച്ചു കയറ്റാനെൻ്റെ പൂന്തോടം. എൻ്റെ പൂന്തോടത്ത് മന്ത്രശാലം വേദമായിട്ട് ഉഗ്രമൂർത്തി പോന്നു വന്ന് കൈയെടുത്തോ എൻ്റെതായിരിക്കുന്ന അറസമുറിച്ചുള്ള കളിയാവള്ളിയും 4 ജീവിതക്കോലും വാങ്ങിത്തടഞ്ഞ് കൈയേറ്റു എന്നതിനെ കൊണ്ടും മതിപോരാകുന്നുള്ളൂ ഒറ്റ കൽപ്പിച്ചു വന്ന് എൻ്റെ ഇടവലത്ത് മന്ത്രശാലം വേദമായിട്ട് പോന്നു വന്നു എൻ്റെതായിരിക്കുന്ന മേലാളി വരെ ജുലുൽഖാമും അന്ന് നീ കുടയാൽ ഒക്കത്തൊക്കെ കൈയെടുത്തതിൻ്റെ ശേഷം എൻ്റെതായിരിക്കുന്ന കേരളമുക്കാനാടും വേദമായിട്ട് പരശുരാമൻ പഴുക്കപ്പെട്ടിരിക്കുന്ന നൂറ്റുകാതൻ നാട്ടിനകത്ത് രാജരാജേശ്വരൻ്റെ കൃതമായിരിക്കുന്ന സന്നിധി എൻ്റെതായിരിക്കുന്ന അയത്തൂരിക്കാരുടെ ദേവാലംകൃതമായിരിക്കുന്ന സന്നിധി ഇടവലത്ത് മന്ത്രശാലം വേദമായിട്ട് ഈ ഉറ്റമാതാവ് പോന്നു വന്ന് കൈയെടുത്തു വന്ന് നല്ലറിയാൻ മക്കളറിഞ്ഞു രാശി കണ്ടിരിക്കുന്ന മുഹൂർത്തത്തിൽ എൻ്റെതായിരിക്കുന്ന തേരിന്തിരുമുടി വരുത്തും മുറിച്ചുള്ള കളിയാമുള്ളിയും വാങ്ങിത്തെറിഞ്ഞ് കൈയേറ്റു. അതിലും വിശേഷിച്ച കാര്യത്തിൻ്റെ എൻ്റെതായിരിക്കുന്ന മന്ത്രശാലം വേദമായിട്ട് ഇന്ന് മകരമാസമായിരിക്കുന്ന നല്ലൊരു മുഹൂർത്തം നാളെ വിശ്വക്രമത്തിന് തുറന്ന് വെളിയിൽ വെച്ചു. അങ്ങന്യാസ കിരണ്യാസ മന്ത്രധ്യാനികളെ കൊണ്ട് 1 കഴിഞ്ഞ് 2 2 കഴിഞ്ഞ് 3 എൻ്റെതായിരിക്കുന്ന മന്ത്രമൂർത്തികൾ ഇല്ലേ അല്ലേ ഒരാൾ വെല്ലുവിളിക്കാമേ വേറാൾ വെല്ലുവിളിക്കാമേ മന്ത്രമൂർത്തികളുടേതായിരിക്കുന്ന അനുഭവങ്ങൾ ആദ്യ വൈകുണ്ഠതായിരിക്കുന്ന മേലേരിയും തിരുമുടിയും കൊണ്ട് കൂട്ടി 1 കഴിഞ്ഞ് 2 എൻ്റെതായിരിക്കുന്ന ആറ്റവും തോറ്റവും ആനമതിപ്പാടും തീക്കളിയും തിരുനോർത്തവും അറുത്തും മുറിച്ചുള്ള കളിയാവള്ളിയും വാങ്ങിത്തെളിഞ്ഞ് കൈയേറ്റു. നിങ്ങളുടേതായിരിക്കുന്ന തിരുവള്ളം കൊണ്ട് സന്തോഷമായില്ലേ വേറാളി വെരിഞ്ഞൊഴുകാവേ, വേറാളി വെരിഞ്ഞൊഴുകാവേ, വേറാളി വെരിഞ്ഞൊഴുകാവേ, അകത്തോട്ടുള്ള വേറാളി വെരിഞ്ഞൊഴുകാവേ. കുഞ്ഞിനെ കുട്ടികളെ എവരോടാ വിശേഷിക്കുന്നു ഈ ഉറ്റമാതാവ്. 45 ദേവദേവന്മാർക്ക് കോളത്തിനാട് വാഴുന്ന ഉടയവർ കൽപ്പിച്ചിരിക്കുന്ന അനുഭവങ്ങളുണ്ടല്ലോ അല്ലേ. ഇടവാൻ തണ്ടവള ചാർത്തുവാൻ പെൺവട്ടം പിടിപ്പാൻ ആയുധം തൊടുവാൻ പൊൻകുരി. അന്ന് പരശുരാമൻ പഴുക്കപ്പെട്ടിരിക്കുന്ന 104 35 ദേവദേവന്മാർക്ക് വെള്ളിച്ചിത്രപീഠം ഇല്ലേ. ആ വെള്ളിച്ചിത്രപീഠത്തിൻ്റെതായിരിക്കുന്ന അനുഭവത്തിങ്കിൽ മരച്ചിത്രപീഠം കരുതിയിട്ടുണ്ടല്ലോ അല്ലേ. മരച്ചിത്രപീഠം കരുതിയിട്ടില്ലേ. എന്നാൽ ഈ മാതാവ് മരച്ചിത്രപീഠം തൊട്ട് എല്ലാ എണ്ണങ്ങളും നിഷേധിക്കാൻ തക്കവണ്ണം ആത്മം കൊടുക്കട്ടോ. നുറുക്കടയാളം ഇല്ലേ, നുറുക്കടയാളം നുറുക്കടയാളം വേഗതയിൽ വേഗതയിൽ ഗുണവരണം 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 ഗുണവരുത്തവരെ ഗുണവരണം ഗുണവരണം ഗുണവരുത്തവരെ. എന്താ ഇടവലത്ത് മന്ത്രശാല മുമ്പേതുമായിട്ടുള്ള മേലാളി വെരഞ്ഞൊഴുകാവേ, മേലാളി വെരഞ്ഞൊഴുകാവേ, മേലാളി വെരഞ്ഞൊഴുകാവേ. വിശേഷം കൊണ്ട് വയറ് നിറക്കേണ്ടതായിരിക്കുന്ന ഈ അനുഭവമൊന്നും ഇന്നില്ല ഉണ്ടോ. കാര്യം കൊണ്ട് നേടേണ്ടതായിരിക്കുന്ന പ്രാപ്തി ഈ അമ്മ പിന്നാരത്തെ തന്തം കൊണ്ട് വിളക്ക തിരിച്ച് അടലേലത്തെ ദന്തം കൊണ്ട് അമരക്കടിച്ച് ശത്രുവിനെ അടക്കി എൻ്റെതായിരിക്കുന്ന ഇടവലത്ത് മന്ത്രശാല മുമ്പേതുമായിട്ട് തെഴുത്തിരിക്കുന്ന ഒരു പുഷ്പത്തിൻ്റെതായിരിക്കുന്ന സുഗന്ധമാണ് ഈ മാതാവിനെ കണ്ടതില്ലേ. എന്നാൽ തിരുവള്ളം കൊണ്ട് സന്തോഷമായില്ലേ. തിരുവൽക്കാമേ ഒരാൾ വരുമ്പോൾ സന്തോഷമായില്ലേ. അത് എൻ്റെതായിരിക്കുന്ന ഇടവലത്ത് മന്ത്രശാല മുമ്പേതുമായിട്ട് ഈ പരദേവതയായിരിക്കുന്ന അഗ്നിപ്രബന്ധിക്ക് അല്ലേ
ഉച്ചമാതാവെ കഴിച്ചാൽ കൂട്ടുകൊണ്ടു രക്ഷയായിട്ട് നിലനിൽക്കണമെന്ന് അമ്മ ജീവിക്കുന്ന ആത്മവിശ്വാസത്തോടുകൂടെ അഗ്നിന്യാസ കിരന്യാസം ധ്യാനികളെ കൊണ്ട് ഗണപതി ഹോമം അല്ലേ പ്രത്യക്ഷ ഹോമം എന്നാൽ ഇങ്ങനെയുള്ളതായിരിക്കുക ഹോമവിഭാദികളെ കൊണ്ട് ചെയ്തു പോരുന്നതായിരിക്കുന്ന അനുഭവങ്ങൾ വേണ്ടത് മനുഷ്യാവസ്ഥയിൽ എല്ലാ യോഗ്യതകളും പല തടഞ്ഞിരിക്കുന്ന ഭ്രമത്തിനും ഉടയിച്ചുകൊണ്ടിരിക്കുന്ന ഭ്രമത്തിനും പാട്ടക്കേട് കൂടാതെ കണ്ട് ഇത്ര വരെ നമ്മുടേതായിരിക്കുന്ന കീ പോയിരിക്കുന്ന മനുഷ്യരും ഭേദമായിട്ട് തിരിച്ചു വരുന്നവർക്കും ഇത്ര വരെ മാതാവിൻ്റെതായിരിക്കുന്ന മുമ്പിൽ അടയറവ് പറയേണ്ടതായിരിക്കുന്ന ആവശ്യം വന്നിട്ട് വന്നില്ല. ഇനിയും മാതാവ് എന്താ വേണ്ടത് എന്നതായിരിക്കുന്ന ഈ കടവരക്കപ്പെട്ടിരിക്കുന്ന സംഘാനങ്ങൾക്ക് അഭിവൃദ്ധിയോടുകൂടെ ഐശ്വര്യത്തോടുകൂടെ അഗ്നിന്യാസ കിരന്യാസം ധ്യാനികളെ കൊണ്ട് ഈ ചെയ്യുന്നതാ ആ കർമാദികളൊക്കെ നിർവഹിക്കുന്നില്ലേ. കൊടുത്തു സന്താനം എടുത്തു സന്താനം പുത്രൻ ആ കൊടുത്തു. വേദപഠനങ്ങൾ ഇല്ലേ അല്ലേ വേദപഠനങ്ങൾ എത്ര വയസ്സിലാണ് എത്ര വയസ്സിലാ അവിടെ നിൽക്കേ മുത്തച്ഛൻ അവിടെ നിൽക്ക് വേദപഠനങ്ങളും ഈ വലത്തണിഞ്ഞിരിക്കുന്ന ബ്രഹ്മങ്ങളും എത്ര വയസ്സിലാ ശീലിക്കലി ആ എൻ്റെ അമ്മേ എൻ്റെതായിരിക്കുന്ന മടിയിലും കൊടയിലും വെച്ച് രക്ഷിക്കണമല്ലേ നിങ്ങളുടേതായിരിക്കുന്ന സന്താനല്ലേ അതിൻ്റെതായിരിക്കുന്ന ഈ കരുത്തും അതിൻ്റെതായിരിക്കുന്ന വിധയും നേടേണ്ടതായിരിക്കുന്ന കർമ്മവിധികൾ ഇപ്പൊ എന്തായി അമ്മ കൊടുക്കേണ്ടത് ആയുസ് കൊടുക്കണോ ആരോഗ്യം കൊടുക്കണോ അല്ലേ പെറ്റമാതാവിനും കുടുംബത്തിനും ഉദിച്ചു പൊങ്ങിയിരിക്കുന്ന നക്ഷത്രമധ്യത്തിങ്കൽ ശോഭിച്ചിരിക്കുന്ന സൂര്യൻ്റെതായിരിക്കുന്ന കിരണം പോലെ നമ്മുടേതായിരിക്കുന്ന ഈ ദേശം മുമ്പേതുമായിട്ട് അച്ഛനെ ഇങ്ങനെയാ നടന്നീ അതുപോലെ വാഴേണ്ടതായിരിക്കുന്ന ജന്മസാഫല്യം പ്രദാനം ചെയ്യാൻ എൻ്റെതായിരിക്കുന്ന ഈ സന്താനങ്ങൾക്ക് അഭിവൃദ്ധി കൊടുത്താൽ പോരെ ഇനി എൻ്റെ കാളകാട്ട് ഇന്ന് വന്നിട്ടുണ്ടോ കാളകാട്ട് അല്ലേ കാട്ടുമാടം ആ എടുത്തുകൊണ്ട ഏതാള് വെറിഞ്ഞെടുക്കാവേ കാളകാട്ട് കാട്ടുമാടം അല്ലേ മന്ത്രനന്ദ വിദ്യകളെ കൊണ്ട് അതിന് വലിയൊരു സമുദ്രത്തിൽ വിട്ടിരിക്കുന്ന അനുഭവം പോലെയാണ് നിങ്ങളുടേതായിരിക്കുന്ന മന്ത്രശാല മുമ്പേതുമായിട്ട് ഗ്രാഹ്യമായിരിക്കുന്ന മന്ത്രവിധിയോടുകൂടെ എവിടെ പോകുന്ന സമയത്തെങ്കിലും എൻ്റെ അമ്മേ എന്നിരിക്കുന്ന നിത്യോരു പഞ്ചാക്ഷരം രാമനാമം ഊരിക്കഴിക്കുന്നത് പോലെ നിങ്ങളുടേതായിരിക്കുന്ന പൂർവികന്മാരെയും മന്ത്രമൂർത്തികളെയും കാത്തുക്ഷേത്രമായിരിക്കുന്ന മനസ്സുകൊണ്ട് രക്തത്തിൽ നൽകി ചേർന്നിരിക്കുന്ന ബന്ധത്തിൻ്റെതായിരിക്കുന്ന പരമ്പരുടായിരിക്കുന്ന സത്യമല്ല ഇന്ന് കാണാനൊരു ഭാഗ്യം കിട്ടിയത്. സന്തോഷമായോ? ഈ മാതാവിൻ്റെതായിരിക്കുന്ന തേരും തിരുമുടിയും കരുത്തം മുറിച്ചത് കഴിയാവള്ളിയും കൂടി കണ്ടു സന്തോഷമായില്ലേ. എന്നാൽ എല്ലാം നമുക്ക് ഈ എൻ്റെതായിരിക്കുന്ന രാജരാജേശ്വരൻ്റെ അഭിഷേകം വിടുന്ന തിരുതലമ്പാട് ഉണ്ടേതുമായിട്ട് ഇവിടെ എവിടെ നിന്ന് നിങ്ങൾ വിളിക്കുന്ന ആ സമയത്തെങ്കിലും ഉഗ്രമൂർത്തിയായിരിക്കുന്നോ ഇതമ്മ നിങ്ങളതായിരിക്കുന്ന പുള്ളി കേൾക്കാൻ ചെവിടോർമ്മ കൊടുത്താൽ പോരെ. ഇനി എൻ്റെ പൂന്തോട്ടമുണ്ടോ എൻ്റെ കുറുമാത്തൂര് പൂന്തോട്ടം ഞാൻ കുറുമാത്തൂര് എൻ്റെ ഇരുവീശകത്തുള്ള കൊടുത്തോ എൻ്റെ മേപ്പള്ളി മന്ത്രശാലം ഭേദമായിട്ട് എന്നാൽ മാതാവിൻ്റെ ഈ ജീവിതക്കോലി അഴിച്ചു വെച്ചിട്ട് പോയാൽ മതി. എൻ്റെ മേപ്പള്ളി അല്ലേ വേണ്ട വേഗത്തിൽ എടുക്ക് ഗുണം വരണം നടുവലത്ത് കൊടുത്തോ. കൂടെ തുടക്കണം എന്നുണ്ടെങ്കിലേ കൂടെ പിറന്നിരിക്കുന്ന ഒരവസ്ഥ ഞാൻ ദേഹം വിട്ടുപോയിട്ടുണ്ട് അല്ലേ ഒരാൾ പിടിച്ചു കൊടുക്കാമേ കൂടെ പിറന്നതല്ലേ ആ മാതാവിനെ കാണുമ്പോ മനസ്സുകൊണ്ട് ചിന്തിച്ചു അല്ലേ കണ്ണുകൊണ്ടുള്ളതായിരിക്കുന്ന സങ്കടങ്ങൾ എൻ്റെ മാതാവേ ഞാനെന്ത് വേണം അല്ലേ. ഞങ്ങൾ അഗ്നിന്യാസ കിരണ്യാസ മന്ത്രധ്യാനികളെ കൊണ്ട് ബ്രഹ്മാവിട്ടൊരു ആയുഷി ചിത്രഗ്രന്ഥത്തിൽ എഴുത്തുണ്ട് അസാധ്യമാണ് മാറ്റം വരുത്താൻ അല്ലേ അസാധ്യമല്ലേ. എന്നാൽ ഈ മാതാവെല്ലാം മറക്കാനും പൊറുക്കാനും അനുഭവങ്ങൾ വരുത്തിയാൽ പോരെ. ഇവിടെ
നടുവത്ത് ഉള്ള മേനാട് പിരിഞ്ഞു നടുവത്ത് മന്ത്രശാല നടുവത്ത് മന്ത്രശാല ഗുണവരണം ഈ ദക്ഷിണ കൊടുത്തു പൂന്തോട്ടം അല്ലേ പൂന്തോട്ടത്തകത്തൂടല്ലേ അതിൻ്റെ ലക്ഷമാണല്ലേ അന്വേഷിച്ചില്ല അവിടെ പൊയിൽ ഭഗവതി അല്ലേ ഓർമ്മയുണ്ടോ മാതാവിനെ എന്ത് വേണ്ടു എൻ്റെ അമ്മ എന്നിരിക്കുന്ന ഭജന ഇതിൽ തൈലം ഒഴിക്കാനുണ്ടോ ഇവിടം വരത്തവരേ വൈദങ്ങളെ എൻ്റെ ഈ അകത്തോട്ടുള്ള മേലാളി പെരിഞ്ചൂർ ഗ്രാമത്തിനെ കൊടുത്ത് അകത്തോട്ടുള്ള എന്താ മനസ്സിലാവുന്നില്ലേ അംഗൻവാടി അടക്കം വെക്കുമ്പോൾ പിന്നീടുള്ളതായിരിക്കുന്ന വിശേഷങ്ങളൊക്കെ പിന്നീട് ചെയ്യാം ഇതെല്ലാം ഇതിന് മെരട് ഇവിടെ തന്നെയല്ലേ അല്ലേ എൻ്റെ മെരടൊക്കെ ഇവിടെയല്ലേ ഇവിടം വരണം എന്നതായിരിക്കുന്ന ജഗതമ്മ നിങ്ങൾക്ക് അതിൻ്റെതായിരിക്കുന്ന മന്ത്രവിദ്യയോട് ഞാരാ ഇതങ്ങളെ ഗുണം വരണം എൻ്റെ ആവശ്ശേരി അകത്തോട് അല്ലേ ഇത് അടക്കമായിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് സമർപ്പിക്കുന്നത് അല്ലേ ഞാൻ കൊല നിറയെ തന്നിരിക്കുന്ന ഈ സമ്പത്ത് കൺകുളിർക്കെ കാണേണ്ടതായിരിക്കുന്ന ഭാഗ്യം ഈ നിറഞ്ഞിരിക്കുന്ന രാജധാനിയാണ് നിങ്ങളുടേതായിരിക്കുന്ന മന്ത്രശാല അല്ലേ ഈ അമ്മ നിങ്ങൾക്ക് അകല തേജസ്വി യോഗ്യതയും പ്രദാനം ചെയ്ത് രക്ഷിച്ചെടുപ്പാനായിക്കൊണ്ട് നിലനിൽക്കാം ഗുണം വരുത്തവനെ എപ്പോഴും ഭക്തിയിരിക്കട്ടെ ശ്രദ്ധാമരക്ക് ആദിത്യൻ ബന്ധുവാന പ്രകാരം അഞ്ഞിനബുദ്ധ ദിശകണ്ഠ പന്ത്രപത്നി പന്ത്രണ്ടാടി കിടക്കുന്ന ആ സമയം മാർഗമത്തെ വെച്ച് മൈനാവരം പ്രസകായ പോലും പ്രകാരം എന്നാൽ മേലാളി വരച്ചെടുക്കാമേ എന്നാൽ ദേഹശുദ്ധിയൊക്കെ വരുത്തി അമ്മേൻ്റെ വലിപ്പത്തിൽ മക്കൾ വളർന്നാലും അമ്മക്ക് പകരം വെക്കാൻ മറ്റൊരാളെ കിട്ടുവാ ലോകാസമസ്ത ലോകത്തിൽ നിറഞ്ഞിരിക്കുന്ന പരമ്പരയായിരിക്കുന്ന ശക്തിയാണ് അമ്മ. പെരിഞ്ചല്ലൂർ ഗ്രാമത്തിൻ്റെ ഒരു അനുഷ്ഠാന കലാരൂപങ്ങളിൽപ്പെട്ട ഒരു സംഗതിയാണ് മലയറാട്ട് എന്ന് പറയുന്നത്. മലയറാട്ടിന് 10 ഇല്ലങ്ങൾക്കാണ് മലയറാട്ടിന് അർഹതയുള്ളത്. പെരിഞ്ചല്ലൂർ ഗ്രാമത്തിലെ മന്ത്രശാലകൾ എന്നുകൂടി അറിയപ്പെടുന്ന 10 ഇല്ലങ്ങൾക്കാണ് മലയറാട്ട് എന്ന് പറയുന്ന ഈ അനുഷ്ഠാനം നടത്തുന്നതിനുള്ളൊരു യോഗ്യതയുള്ളത്. ഈ 10 ഇല്ലങ്ങളിൽ വിശേഷിച്ച് മലയറാട്ടുമായിട്ട് അല്ലെങ്കിൽ മന്ത്രമൂർത്തികളുമായി ബന്ധപ്പെടുന്ന ഉപാസനാക്രമങ്ങളാണ് സാമാന്യമായിട്ട് ഉള്ളത്. മന്ത്രമൂർത്തികൾ എന്ന് പറയുന്നത് മന്ത്രസ്വരൂപത്തിൽ ആരാധിക്കപ്പെടുന്ന വിശേഷപ്പെട്ട മൂർത്തികൾ എന്നാണ് സാമാന്യമായിട്ട് അതിൻ്റെ അർത്ഥം. മന്ത്രവാദ വിഷയങ്ങൾ, മാന്ത്രിക പാരമ്പര്യമുള്ള തറവാടുകളിലാണ് ഈ മാന്ത്രിക ഉപാസനാ പദ്ധതികൾ ചിട്ടപ്പെടുത്തേണ്ടുന്ന ആവശ്യമുള്ളത്. അവരുടെ ആ മന്ത്രമൂർത്തികളെ തെയ്യത്തിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ സ്വരൂപത്തിൽ ആരാധിക്കുക എന്ന് പറയുന്നൊരു സങ്കല്പമാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു കളിയാട്ട വിശേഷത്തിൽ, മലയറാട്ട് എന്ന് പറയുന്നൊരു കളിയാട്ട വിശേഷത്തിന് പ്രധാനമായിട്ട് പറയാനുള്ളത്. മലയറാട്ട് ഇവിടെ ഇടവലത്ത് പടയൂർ മന്ത്രശാലയിലെ ഒരു അംഗം എന്നുള്ള നിലയിൽ ഇത് മലയറാട്ടിൻ്റെ ഒരു വലിയൊരു ഘട്ടം പൂർത്തീകരിച്ചിരിക്കുകയാണ്. എത്രയോ ദിവസങ്ങളായിട്ട് ഉള്ള ഒരു പരിശ്രമം ഇതിൻ്റെ പിന്നിലുണ്ട്. സംഘാടനം മുതൽ അതിൻ്റെ ആത്മീയമായിട്ടും അല്ലെങ്കിൽ ഇതിൻ്റെ തയ്യാറെടുപ്പുകളും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുന്ന ഒരുപാട് മേഖലകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾക്ക് മുന്നിൽ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഒരു പരിസമാപ്തി എന്ന് പറയുന്നത് ഇവിടുത്തെ ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരദേവതയായിട്ടുള്ള കൂവച്ചാൽ ഭഗവതിയുടെ ഒരു തെയ്യം ആണ് അവസാന ദിവസം കെട്ടിയാടപ്പെട്ടത്. അതുപോലെ തന്നെ തായ്പര ദേവതയുടെ തെയ്യമാണ് അവസാനമായി ഇറങ്ങുന്ന തെയ്യം. ഈ 2 തെയ്യങ്ങളും ഒന്നിച്ച് കൂടി ഈ സഭയിലുണ്ടാവുകയും അവസാനം തായ്പര ദേവതയ്ക്ക് ശേഷം കൂവച്ചാൽ ഭഗവതി തെയ്യം അല്ലെങ്കിൽ ആ കൂവച്ചാൽ ഭഗവതിയുടെ മുടി അഴിച്ച് മലയറാട്ടിന് സമാപനം കുറിക്കുകയാണ് സാമാന്യമായിട്ട് ചെയ്യുക. കൂവച്ചാൽ ഭഗവതി എന്ന് പറയുന്നത് ഇല്ലത്തിൻ്റെ ഒരു പരദേവതയാണ്. ഏതാണ്ടൊരു 700 വർഷം മുമ്പാണ് ഞങ്ങൾ, അതായത് ഇടവലത്ത് പടയൂർ മന്ത്രശാല എന്ന് പറയുന്ന ആ മന്ത്രശാലയിലെ അംഗങ്ങൾ ഇന്ന് അധിവസിക്കുന്ന ഈ തലോറ എന്ന് പറയുന്ന ദേശത്തേക്ക് എത്തുന്നത്.
ഏതാണ്ട് ഒരു 24 25 തലമുറ മുമ്പ് ഈ പ്രദേശത്ത് അധിവസിച്ച ഒരു കുടുംബമാണ് ഞങ്ങളുടേത്. അപ്പോൾ അതായത് എത്രയും പൂർവികമായ ഒരു പാരമ്പര്യം ഈ ദേവതാ ഉപാസനയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അന്ന് ഇല്ലത്തെ ഒരു പൂർവികനായിട്ടുള്ളൊരു മുത്തശ്ശൻ ഇവിടെ അധിവസിച്ചിരുന്ന ഒരു നാട്ടുപരദേവതയായിരുന്ന കൂവച്ചാൽ ഭഗവതിയെ അദ്ദേഹം ആ കൂവച്ചാൽ കാവ് എന്ന് പറയുന്നൊരു കാവുണ്ട്, ആ കാവിൽ ചെന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു ചൂരൽവടി വെട്ടിയെടുത്ത് ആ ചൂരൽവടിയിലേക്ക് ഭഗവതിയെ ആവാഹിച്ച് ഇല്ലത്ത് കൊണ്ടുവരികയും ഇല്ലത്ത് നിത്യ ആരാധനയ്ക്ക് വേണ്ടിയിട്ട് നിത്യോപാസനയുടെ ഭാഗമായിട്ട് ഇല്ലത്ത് അധിവസിപ്പിക്കുകയാണ്, അവിടെ പ്രതിഷ്ഠിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ ഉപാസനാതലം അതായത് ഏതാണ്ട് ഒരു 24 25 തലമുറയായിട്ട് ഈ ഭഗവതിയെ ഇല്ലത്തിൻ്റെ പരദേവതയായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ആ പരദേവതാ ഭാവത്തിൽ ഞങ്ങൾ ആരാധിച്ച് വരുന്നുണ്ട്. ആ ഭഗവതിയാണ് ഇങ്ങനെ കെട്ടിയാടുന്നത്, കൊച്ചാൽ ഭഗവതിയുടെ ആ പൂർണ്ണ രൂപത്തിൽ കെട്ടിയാടുകയും ഒക്കെ ചെയ്യുന്നത്. അതിൻ്റെ ഒരു വലിയൊരു പരിസമാപ്തി എന്നുള്ളത് കൂടിയാണ് മലയറാട്ടിൻ്റെ ഒരു പരിസമാപ്തി. 29 വർഷം മുമ്പാണ് മലയറാട്ട് അവസാനമായിട്ട് ഇവിടെ നടന്നിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം 29 വർഷമായി കൊച്ചാൽ ഭഗവതിയുടെയും തെയ്യം ഇവിടെ കെട്ടിയാടിയിട്ടുള്ളത് എന്ന് തന്നെയാണ്. സാമാന്യമായിട്ട് വാർഷികമായിട്ട് കെട്ടിയാടാൻ അല്ലെങ്കിൽ നടത്താൻ സാധിക്കുന്ന ഒരു ഉദ്യമമല്ല, വളരെ ശ്രമകരമായുള്ളൊരു ഉദ്യമമാണ് മലയറാട്ട് പോലുള്ള ഒരു സംഘാടനം. അതുകൊണ്ട് തന്നെ ദീർഘമായ കാലയളവുകൾ ഇതിന് വേണ്ടി വരാറുണ്ട്. ഒരു തലമുറയിൽ ഒരു തവണയെങ്കിലും മലയറാട്ട് സംഘടിപ്പിക്കുക എന്നുള്ളതാണ് പൂർവ്വകാലത്ത് തന്നെ നടന്നു വന്നിരുന്ന ഒരു കീഴ്വഴക്കം. എൻ്റെ അച്ഛൻ്റെ ഒരു ഓർമ്മയിൽ 3ാമത്തെ മലയറാട്ടാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ആദ്യത്തേത് അതായത് അച്ഛൻ്റെ ഓർമ്മയിൽ ആദ്യത്തേത് 1965 അന്ന് അച്ഛൻ ചെറിയ കുട്ടിയായിരുന്നു. അത് കഴിഞ്ഞ് 2ാമത്തെ മലയറാട്ട് അച്ഛൻ മുൻകൈയെടുത്ത് സംഘാടനം ചെയ്ത മലയറാട്ട് എന്ന് പറയുന്നത് 1997 അതിൽ ആ സമയത്ത് ഞാൻ കുട്ടിയായിരുന്നു. എനിക്കന്നൊരു 13 വയസ്സാണ് അന്ന് എനിക്ക് പ്രായം. ഇന്ന് ഞാനും എൻ്റെ അനിയനും ഒക്കെ കൂടി മുൻകൈയെടുത്തുകൊണ്ട് ഈ ഒരു മലയറാട്ട് സംഘടിപ്പിക്കുമ്പോൾ 29 വർഷങ്ങൾക്ക് ശേഷം ഇത് സംഘടിപ്പിക്കുമ്പോൾ എൻ്റെ മകന് ഏതാണ്ട് അന്ന് ഞാൻ ഉണ്ടായിരുന്ന അതേ പ്രായത്തിൽ എത്തി നിൽക്കുകയാണ്. അതായത് ഓരോ തലമുറ കൂടുമ്പോഴാണ് ഈ മലയറാട്ട് നടത്തി വരുന്നത്, അതിനൊരു സാഹചര്യം ഒരുങ്ങുന്നത് എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. വളരെ അതുകൊണ്ട് തന്നെ അതിൻ്റെ ദീർഘമായ ഒരു കാലവിളംബം ഉണ്ടാകുമെങ്കിലും ഉപാസനാതലത്തിൽ അതിനുള്ള ദൈർഘ്യം അത്തരം ദൈർഘ്യങ്ങളൊന്നും ഉണ്ടാകാറില്ല. ഞങ്ങളുടെ മാന്ത്രിക ഉപാസനാ പദ്ധതിയുടെ ഭാഗമായിട്ട് ഈ മന്ത്രമൂർത്തികളെയൊക്കെ നിത്യം ഇവിടെ ആരാധിച്ച് വരുന്ന ഒരു ക്രമം ഇവിടെയുണ്ട്. അതിൻ്റെ ഒരു തുടർച്ച, അതില്ലെങ്കിൽ അതിൻ്റെ ഒരു ഘട്ടത്തിൻ്റെ ഒരു പരിസമാപ്തിയാണ്. ഇനി അടുത്തൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അടുത്ത തലമുറയിലേക്ക് ഈ മലയറാട്ട് പോലുള്ള വലിയൊരു ഉദ്യമത്തെ കൈമാറുക എന്ന് പറയുന്നതും കൂടി ഇതിൻ്റെ ഒരു ധാർമ്മികമായിട്ടുള്ള ചുമതലയായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചെടികൾ
പ്രസവൃത്തികളിയാകുമ്പോഴേയും വാങ്ങി തെളിച്ച കഴിയട്ടല്ലോ പിന്നെ ദിവസം പെയ്തവായിട്ട് നടുവിലായിട്ട് മന്ത്രശാലം പെയ്തവായിട്ട് ഇപ്പോഴത്തെ നേരത്ത് ചന്ദ്രവട്ടം തെളിഞ്ഞുകൊണ്ടുവല്ലോ ആരത്തിൻ്റെ ഇപ്പോഴത്തെ നേരത്ത് ഞാൻ നമുക്കൊരാളത്തെ ബന്ധം വഴക്കട്ടോ എൻ്റെ മന്ത്രശാലം പെയ്തവായിട്ട് എൻ്റെ മന്ത്രശാലം പെയ്തവായിട്ട് നിങ്ങൾ ആയിരിക്കുന്ന വണ്ണം വരെ ആധാരമായിട്ട് ഇന്ന് ഒന്ന് കിടച്ച് രണ്ടു കുളത്തെ പ്രകാരത്തെങ്കിൽ കോലം തകഞ്ഞ മതം വരണം ഞാനാ രക്ഷി അല്ലേ ഏതാണോ ചന്ദ്രവട്ടം തെളിഞ്ഞ ഇത് ശരിയാണോ ആ പ്രകാരത്തേക്ക് ഇന്നത്തെ വർഷം ഭേദമായിട്ട് അവിടെയും ചന്ദ്രവട്ടം തെളിഞ്ഞു കണ്ടുവല്ലോ അല്ലേ എങ്ങനെയാരാ ഭയങ്കര വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു 2026 മലയറാട്ട് 29 വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുമ്പോൾ ഇത്രയും വലിയ കാലയളവിന് ശേഷം ഫസ്റ്റ് എക്സ്പീരിയൻസ് തന്നെയാണ്. ഒരുപാട് കാണാത്ത വളരെ റെയറായിട്ടുള്ള തെയ്യങ്ങൾ ഇവിടെ വന്നിട്ട് കാണാൻ പറ്റി. ഇതിനെക്കുറിച്ച് പഠിക്കുന്ന വ്യക്തി എന്ന നിലയിൽ വളരെ ഉപകാരപ്രദമായിട്ടുള്ള കുറേ ഇൻസൈറ്റുകൾ ലഭിച്ചിട്ടുണ്ട്. അതിന് ഇങ്ങനൊരു അവസരം ഒരുക്കി തന്നതിന് പുടയൂരെ എല്ലാ കുടുംബക്കാരോടും ഇത് അറേഞ്ച് ചെയ്ത എല്ലാവരോടും വോളണ്ടിയേഴ്സ് ആയാലും അതുപോലെ ഇവിടെ ഇതിന് ചുക്കാൻ പിടിച്ച എല്ലാവരോടും ഭയങ്കര താങ്ക്സ് ഉണ്ട്. ഇങ്ങനൊരു അവസരം ഇനി എപ്പോൾ കിട്ടുമെന്ന് അറിയില്ല, പക്ഷേ കിട്ടിയ അവസരം വളരെ എന്താ പറയുക, ഇറ്റ്സ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. പരിപാടിയെ കുറിച്ച് പറയാനാ വിചാരിച്ചേക്കാണെങ്കിൽ ഭംഗിയായിരുന്നു. ഏകദേശം ഒരു 4 മാസം കഴിഞ്ഞെങ്കിൽ എല്ലാം ദൈവാനുഗ്രഹം. സന്തോഷം കണ്ണു പറയുന്നു.
അപ്പോൾ നടക്കട്ടെ ഇനി. അടുത്ത ഒരു ഇതിന് നിങ്ങൾ കാത്തിരിക്കുകയാണ്. ഉണ്ടാവുന്നൊരു പ്രതീക്ഷ തന്നെ എനിക്കുണ്ട്. ഇനി ഒരു മലയാളാട്ടം കൂടെ നടത്താൻ നടത്താൻ എൻ്റെ ഭാഗ്യം ഉണ്ടാകട്ടെ. ഈ സ്ഥലം ഒരുക്കലൊക്കെ വെല്ലുവിളി ആയിരുന്നു. JCB കൊണ്ടും കാര്യങ്ങളായിരുന്നു. പിന്നെ നമ്മുടെ പണിക്കാരുണ്ടല്ലോ, 6-7 പണിക്കാർ തിരുവുണ്ട്, 2 ആണുങ്ങളും ഇല്ലുണ്ട്. കാര്യങ്ങളെല്ലാം നടന്നു ഓട്ടോമാറ്റിക്കായി. അമ്മയോട് പോന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുമോ? അസാധ്യമാണ്. എന്നാൽ എന്താ വേണ്ടത്? ഒരു ഹൃദയത്തിലേക്ക് ചേർന്ന് നിൽക്കണം അമ്മ, അല്ലേ? ഇങ്ങനെ കഴിയില്ല. നിങ്ങളുടേതായിരിക്കുന്ന ആ ഹൃദയത്തിലേക്ക് ചേർന്ന് നിൽക്കില്ല വേണ്ടത്, അല്ലേ? എല്ലാം പറഞ്ഞതുപോലെ കൊണ്ടുവാ. വിശേഷങ്ങൾ കേട്ടില്ലേ? എന്നാൽ സർവേശ്വരി അണിയിന്ന് വിളിഞ്ഞിട്ടല്ലേ മാതാവ്, അല്ലേ? ഇങ്ങനെയല്ലേ? മന്ത്രശാലയുടെ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. അമ്മഭഗവതിമാരുടെ തിരുനർത്തനത്തിന് ഇനി വീണ്ടും ഒരു കാത്തിരിക്കുന്നു.
എന്നാൽ ഇനി കളിയിട്ട് കാലതാമസം വരുത്തേണ്ടതാണ്. എവരടാ വിശേഷിക്കുന്നു എന്നതായിരിക്കുന്ന എന്നാൽ ഇതെന്താ ചുക്കാൻ പിടിച്ചിരിക്കുന്ന കാവലാളായിട്ട് നിന്നിരിക്കുന്ന ആൾക്കാരിങ്ങളില്ലേ? പുറത്തു ഇങ്ങോട്ട് വിളിച്ചു പുറത്തു അല്ല. എന്നാൽ എന്താ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് എൻ്റെതായിരിക്കുന്ന മേലാളി വെരിഞ്ഞുൽഗ്രാമത്തിൻ്റെ എന്താ രോമക്കാലിന് വാട്ടം കൂടാതെ കണ്ട് ഈ ദേശത്തിൻ്റെതായിരിക്കുന്ന അമ്മയുടേതായിരിക്കുന്ന തീരും തിരുമടിയും കൊണ്ടുകൂട്ടുമ്പോൾ കാവലാളായിട്ട് നിന്നു അല്ലേ? എന്നാൽ എവരെയും കണ്ടിട്ട് സമ്മതത്തോടുകൂടാ എൻ്റെതായിരിക്കുന്ന മന്ത്രശാല മുമ്പേതുമായിട്ട് ചെയ്യാൻ തക്കവണ്ണം ഈ അമ്മ നിലനിൽക്കാം. നിങ്ങളെ കണ്ട് എനിക്ക് മതിയായെന്നും എന്നെ കണ്ട് നിങ്ങൾക്ക് മതിയായെന്നും വിട്ടുപിരിഞ്ഞു പോവാൻ പാരമ്പാരം മഹാസമാണല്ലേ? എതിരപ്പൊരുളെ മാതാവ് ഈ കളിയും തിരുനൃത്തവും കൊണ്ട് നിങ്ങളുടേതായിരിക്കുന്ന ദൃഷ്ടികളൊക്കെ കാണേണ്ടതായിരിക്കുന്ന ഒരു ഭാഗ്യം, ദർശന ഭാഗ്യം തന്നു അല്ലേ? എന്നാൽ പഞ്ചവർണ്ണത്വത്തെയായി പാറിക്കളിച്ചാൽ ഉദിച്ചാൽ ഒരു അസ്തമയമുണ്ടല്ലേ? പാറിക്കളിച്ചാൽ തിരിച്ചു കൂട്ടിലേക്കും പോകണം വേണ്ടേ? പഞ്ചവർണ്ണത്വത്തെയായി പാറിക്കളിച്ചു അല്ലേ? ഇനി വീടണയണം വേണ്ടേ? ഈ മാതാവ് എൻ്റെതായിരിക്കുന്ന എന്താ മന്ത്രമൂർത്തികളും അല്ലേ എല്ലാം നമുക്ക് കർമ്മം കൊണ്ട് ചെയ്തിരിക്കുന്ന സംതൃപ്തിയാണ് ഇത്ര ഉണ്ടായത് അല്ലേ? എന്നാൽ ആ കർമ്മത്തിൻ്റെതായിരിക്കുന്ന ഒരു അഭിവൃദ്ധിയാണ് മകരമാസമായിരിക്കുന്ന സംക്രമത്തിന് തുറന്ന് കൊടിയിൽ വെച്ചു 1 കഴിഞ്ഞ് 2 2 കഴിഞ്ഞ് 3 3 കഴിഞ്ഞ് 4 ഈ മാതാവിൻ്റെതായിരിക്കുന്ന മന്ത്രമൂർത്തികളെയും കണ്ടു, മാതാവിൻ്റെതായിരിക്കുന്ന അനുഭവം കണ്ടു. കുറ്റമാതാവ് സർവേശ്വരി അടിയിന്ന് പിരിഞ്ഞു. ഇനി എന്തിനാ കാലതാമസം വരുത്തണം? വേണം നിങ്ങൾ അത് സ്വീകരിച്ച് ഈ അമ്മ എൻ്റെതായിരിക്കുന്ന മന്ത്രശാല മുമ്പേതുമായിട്ട് എടുത്തായുധം ദൈവത്തിറക്ക് വരുത്താം. നിങ്ങൾക്ക് പരിഭവം എന്തെങ്കിലും ഉണ്ടായിനാ? കേൾക്കണം. നിങ്ങൾ നമസ്കാരായി വിടുവാ. എൻ്റെ മേലാളി വെരിഞ്ഞുല്ലൂർ ഗ്രാമത്തിൻ്റെ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ഒപ്പരം 2 മനസ്സും ഒരു ശരീരം പോലെ അല്ലേ? ഇതിൻ്റെതായിരിക്കുന്ന പരിസമാപ്തിക്ക് വേണ്ടി ഉണ്ണാതെ കണ്ടു ഉറങ്ങാതെ കണ്ടു അല്ലേ? എല്ലാം നിങ്ങൾ ചെയ്ത ഒരു ഭാഗ്യമാണ് എൻ്റെ മേലാളി വെരിഞ്ഞുല്ലൂർ ഗ്രാമം കണ്ടതില്ലേ അല്ലേ? ധനങ്ങളൊക്കെ വഴക്കം കൽപ്പിച്ചിട്ടെങ്കിലും കാവലാളായിട്ടും യോദ്ധാവായിട്ടും എൻ്റെതായിരിക്കുന്ന ഇടവലത്ത് മന്ത്രശാല ഭേദമായിട്ട് നിങ്ങൾ അതിൻ്റെതായിരിക്കുന്ന ഈ ദേശത്തിൻ്റെതായിരിക്കുന്ന മഹോത്സവമാണ് കൊണ്ടുകൂട്ടിയതില്ലേ? ഇനി മാതാവ് എടുത്തായുധം ദൈവത്തിറക്ക് വരുത്താം. നിങ്ങൾക്ക് അമ്മയോട് കേട്ട് കളിപ്പിക്കാൻ എന്തെങ്കിലും മനസ്സെങ്കിലുള്ള മുഷ്ടൽ വന്നിട്ടുണ്ടായിനാ? എല്ലോ കേട്ടുവാ. സംതൃപ്തിയല്ലേ? സങ്കടമൊന്നും വേണ്ട. എന്തിനാ സങ്കടപ്പെടുന്നത്? സംതൃപ്തിയല്ലേ? ഭാഗിച്ചു നീർകുടിച്ചു കുളിർത്തതുപോലെ ആനന്ദത്തിൻ്റെതായിരിക്കുന്ന സന്തോഷമാണില്ലേ? എന്നാൽ ഈ അമ്മ ഇപ്പോഴത്തെ നേരം വാക്കുകൊണ്ട് വയറ് നിറയ്ക്കുന്നില്ല. പൂർണ്ണ മനസ്സോടുകൂടെ നിറഞ്ഞ വയറോടുകൂടെ ഇവിടുന്ന് എൻ്റെ മന്ത്രശാല മുമ്പേതുമായിട്ട് പോകാൻ നിങ്ങൾക്ക് ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി ഈ അഗ്നിപ്രപഞ്ചകിയായിരിക്കുന്ന ഉഗ്രമൂർത്തി നിങ്ങളെ ഒപ്പരുണ്ടായാൽ പോരെ? പോരെ പോരെ? സന്തോഷമായില്ലേ? ഇനി മാതാവ് ഇങ്ങനെ നിൽക്കണം. ഇവിടെ ഇവിടെ നിൽക്കണം അല്ലേ? ഇവിടെ നിൽക്കണം. എന്നാൽ ഈ അമ്മ ഇപ്പോഴത്തെ നേരം എടുത്തായുധം ദൈവത്തിറക്ക് വരുത്താം അല്ലേ? വേണം അല്ലേ? അംഗൻവാടി അടക്കം വെക്കുമ്പോൾ അത് ടച്ച് പള്ളിയിൽ താഴിക മേലെ വെച്ചു. മന്ത്രിട്ടാ മാത്രം പോരാ, പടിഞ്ഞിരുന്ന് ആഹാരം കഴിക്കണം. അവിടെ പൂർണ്ണ സമൃദ്ധിയോടുകൂടെ തിരിച്ചു പോകണം. ഈ അമ്മ നിങ്ങളെ കണ്ട് എനിക്ക് മതിയായിരുന്നു, എന്നെ കണ്ട് നിങ്ങൾക്ക് മതിയായിരുന്നു. വിട്ടുപിരിഞ്ഞു പാരമ്പാരം മഹാസമാണ്. ഇനി കാലതാമസം വരുത്തണ്ട. എല്ലാം ഇത്ര ധനാണ് ഇതിൻ്റെ എടുത്തു കൊടുത്തത്. കണക്ക് അമ്മയും നിങ്ങളും മാത്രമേ അറിയില്ലേ?
എന്നാൽ വാടി ശേഷിച്ചാൽ ഒരു പിടിക്കുത്ത് വേണം ഇവിടെ ബാക്കി വെച്ചിട്ടുണ്ട്. ഇത് മന്ത്രശാല മുമ്പേതുമായിട്ട് ധനത്തിൻ്റെതായിരിക്കുന്ന രൂപകൽപ്പന ഒരു ചക്രമാണില്ല എന്നതുപോലെ എത്ര ഉരുണ്ടായാലും നമ്മുടേതായിരിക്കുന്ന ഈ 42 സ്ഥലക്കൂറ് എൻ്റെതായിരിക്കുന്ന ഈ അഗ്രശാല നിങ്ങൾക്ക് ബ്രഹ്മാവട്ടൊരായുസ് ചിത്രഗുപ്തനെ തിരിച്ചെടുത്ത് വീണ്ടെടുക്കോളും ആരുടെ മുമ്പിലും ധനമെന്നിരിക്കുന്ന ആവശ്യത്തിന് അടിയറവ് പറയാതെ കണ്ടു നോക്കാൻ ഈ ഉഗ്രമൂർത്തി ഇന്നാരത്തെ ദന്തം കൊണ്ട് വിളക്കച്ചിരിച്ചു അണുലത്തെ ദന്തം കൊണ്ട് അമരക്കടിച്ച് ശത്രുവിനെ അടക്കി ശരീരം രക്ഷിക്കാൻ ഈറ്റില്ലത്തച്ചിയായിട്ടും പടയിച്ചകത്ത് പരദേവതയായിട്ടും ഈ അമ്മ ഉണ്ടായാൽ പോരെ. ഒരു തൊട്ടിലാട്ടത്തിൻ്റെതായിരിക്കുന്ന ഭാഗ്യം അമ്മ നിങ്ങൾക്ക് തരും. ഇത് എന്നാൽ അവിടെ കണ്ടത് ദർപ്പണത്തിൽ കണ്ടിരിക്കുന്ന പ്രഭ അല്ലേ, ആകാശമധ്യത്തെങ്കിൽ ഉദിച്ചു പൊങ്ങിയിരിക്കുന്ന നക്ഷത്രമാണ് അല്ലേ ഈ ദർപ്പണത്തിൽ കണ്ടത്. എന്നാൽ ദർപ്പക തുല്യ പ്രകാശ രൂപനായിട്ട് എൻ്റെതായിരിക്കുന്ന മന്ത്രശാല മുമ്പേതുമായിട്ട് ഈ അമ്മ അടിയുന്ന വിരട്ടോ മാതാവ് നിങ്ങളുടേതായിരിക്കുന്ന അഭിമാനമാണ് ഇല്ല അല്ലേ ഇവിടെ നിങ്ങളുടെ മനസ്സും എടുത്തു പിതാവെടുത്തു മനസ്സും ശരീരവും അല്ലേ സംരക്ഷിച്ചു. എല്ലാം കാണുന്ന കാണികൾക്കും ഭംഗി ചേർന്നിട്ടുണ്ട് ഇല്ലേ ഇല്ലേ സന്തോഷമായില്ലേ സന്തോഷമായില്ലേ
ഇതെല്ലാം കഴിഞ്ഞ് ഇവരുടെ ഈ വാദ്യക്കാരുടെ ഒരു സമാപന വാദ്യമുണ്ട് ഇവിടെ. അത് കഴിഞ്ഞ് ആയി. വാദ്യം കൊട്ടുന്നവരും ഈ തെയ്യം കൊട്ടുന്നവരും 2 കാറ്റഗറിപ്പെട്ടവരാണ്. അതാ വ്യത്യാസം. ആ പാരമ്പര്യമായിട്ട് അങ്ങനെ അവർ ചെയ്യുന്നവരാണ്. ഇതെല്ലാം കഴിഞ്ഞ് സമാപനത്തിന് ഇങ്ങനെ ഒരു ചടങ്ങാണ് നടക്കും. ഇത്രയൊക്കെയാണ് എൻ്റെ അറിവിനെ സംബന്ധിച്ച് ഇനി ഇത്രയും പറഞ്ഞത്. തലോറ ഇടപുരത്ത് പൊടിയൂർ മനക്കൽ 29 വർഷത്തിന് ശേഷം നടക്കുന്ന ഈ മലയറാട്ട് മഹോത്സവം നമ്മുടെ തലോറ പ്രദേശത്തെയും തലോറ തളിപ്പറമ്പ് ചുറ്റുപാടുകളിലെ മുഴുവൻ ആൾക്കാരുടെയും അകമഴിഞ്ഞ സഹായങ്ങളും സഹകരണങ്ങളുമാണ് ഈ 3 ദിവസമായി നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഹരിത പ്രോട്ടോക്കോൾ അനുസരിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി വളരെ നല്ല ശുചീകരണം ഇത്രയും ആൾക്കാർ പങ്കെടുക്കുകയും ഭക്ഷണങ്ങൾ കഴിക്കുകയും ഒക്കെ ആയിട്ടും ഇതിൻ്റെ പരിസരം പോലും നമ്മളൊരു വളരെ പരിസര ശുചീകരണം നടത്തിക്കൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. കൂടുതലും വനിതാ നല്ല രീതിക്കുള്ള പ്രവർത്തനങ്ങളാണ് ഭക്ഷണ കാര്യങ്ങളിലും മറ്റുള്ള ഇതിലൊക്കെ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളെ ഗതാഗതത്തിൻ്റെ ഈ നാട്ടിൽ പൊതുവെ ആ റോഡിനൊന്നും ഒരു ബ്ലോക്ക് ചെയ്യുന്ന അവസ്ഥ പോലും നമ്മൾ ഉണ്ടാവേണ്ട അവസ്ഥയുണ്ടായില്ല. വരുന്നവർക്ക് പരമാവധി സഹായങ്ങളും അവർക്ക് ആവശ്യമായ എല്ലാ സഹകരണങ്ങളും ചെയ്യാൻ വേണ്ടി നമ്മുടെ ഈ ജനകീയ കമ്മിറ്റിക്ക് സാധിച്ചിട്ടുണ്ട്. അതിൽ സഹകരിച്ചിട്ടുള്ള എല്ലാ ആൾക്കാരോടും 1000 നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ മഹോത്സവം ലോകം മുഴുവൻ എത്തിയില്ല. നമ്മളെ മാധ്യമപ്രവർത്തകർ അവർ കുറേ ദിവസങ്ങളായി നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ ലോകത്തിൻ്റെ മുന്നിലേക്ക് കാഴ്ചവെക്കാൻ വേണ്ടി അവരുടെ കഠിന പ്രയത്നം തന്നെ ഊണും ഉറക്കമില്ലാതെ ഒരു പ്രയത്നം നടത്തി എല്ലാവർക്കും 1000 നന്ദി പറയുകയാണ്. തലോറ എന്നൊരു ഗ്രാമത്തിൻ്റെ പ്രത്യേകത അത് പെരിഞ്ചല്ലൂരിൻ്റെ അകത്ത് കിടക്കുന്ന ഒരു സാംസ്കാരിക തലസ്ഥാനം എന്ന് തന്നെ പറയാം. അവിടെ വളരെ ബഹുമാന പുരസ്കൃതത്തിന് ഫലം പറയാം ഇടവലത്തെ പൊടിയൂർ മന.
ഇടവലത്ത് പൊടിയൂർമനക്ക് അതിൻ്റെതായ ഒരു പൈതൃകമുണ്ട്, അതിൻ്റെതായ ഒരു വെറുത്തുണ്ട്. ഇവിടെ നമ്മുടെ രാജേട്ടൻ, അതായത് ഇടവലത്ത് പൊടിയൂർമനക്കിലെ കുബേരൻ എന്ന് പേരിൽപ്പെട്ട നമ്മുടെ സ്വന്തം രാജേട്ടൻ, അദ്ദേഹത്തിൻ്റെ മകൻ അപ്പു, അനു എന്ന് വേണ്ട ഹൈമതി ചേച്ചി അടക്കം ഇങ്ങനൊരു കാര്യം ആദ്യം പറഞ്ഞ് പിന്നീട് സംഘാടക സമിതി ചേരുകയും ആ സമിതിയുടെ ഭാഗമായിട്ട് ഒരു വലിയ കൂട്ടായ്മ ഉണ്ടായി. ഏകദേശം ഒരു 2.5 മാസം മുമ്പാണ് ആരംഭിച്ചത്. അപ്പോൾ അവിടെ ആ കൂട്ടായ്മയിൽ തന്നെ നമ്മുടെ രാജേട്ടന് മനസ്സിലായി കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്ന്. പിന്നീട് അതിൽ നിന്ന് നമ്മൾ സംഘാടക സമിതിയിൽ നിന്ന് സബ് കമ്മിറ്റികൾ രൂപീകരിച്ചു. ഏതൊക്കെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഗംഭീരമാക്കാം. ആദ്യം തന്നെ രാജേട്ടനോട് പറഞ്ഞിരിക്കുന്നത്, രാജേട്ടനെ ഇങ്ങനെയുള്ള സംഘാടനം സംബന്ധിച്ച് കാര്യങ്ങളെക്കുറിച്ച് നന്നായിട്ട് അറിയണമെന്നില്ല. പക്ഷേ ഇവിടുത്തെ ഞാൻ നേരത്തെ പറഞ്ഞ സാംസ്കാരിക പൈതൃകമുള്ള ഈ തലമുറയിൽ ഞങ്ങൾ എന്ത് ചെയ്തു പറഞ്ഞാൽ സബ് കമ്മിറ്റി രൂപീകരിക്കുകയും നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് 10 ഇല്ലങ്ങൾ എന്ന് പറഞ്ഞു. ഈ നമ്മുടെ യഥാർത്ഥ മലയറാട്ട് സംബന്ധമായിട്ട് 2 വിഭാഗക്കാരായ ആൾക്കാരുടെ തെയ്യക്കോലങ്ങളാണ്. അതിലുപരി എങ്ങനെ നമുക്ക് നന്നായിട്ട്, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പ്രചരണ സംബന്ധമായിട്ട് വലിയൊരു മുന്നേറ്റം ഉണ്ടായി. അത് എത്രയോ ലക്ഷം ആൾക്കാരാണ് വ്യൂവേഴ്സായിട്ടുണ്ടത്. അതിൽ നിന്ന് തന്നെ 100 കണക്കിന് ഫോൺ കോൾസ് വന്നു. പിന്നീട് ഗതാഗത സംബന്ധമായിട്ടും അതുപോലെ തന്നെ ഭക്ഷണ സംബന്ധമായിട്ടും അതുപോലെ ഇവിടുത്തെ കാഴ്ച സംബന്ധമായിട്ടും എന്ന് വേണ്ട പല രീതിയിലുള്ള എല്ലാ മികവും നമുക്കുണ്ടായി. ആ മികവിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. ഇതിൽ ഏറ്റവും നന്നായിട്ട് പ്രവർത്തിച്ചത് എന്ന് പറയുന്നത് എല്ലാവരുമാണ്. പ്രത്യേകിച്ച് ആദ്യം തന്നെ മീഡിയ, നമ്മുടെ 10-ാം ഉദയം എന്ന ചടങ്ങിൻ്റെ ആ ഭാഗമായിട്ട് തന്നെ വന്നിട്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചു. അതിനൊക്കെ അതിൽ നിന്ന് അഭിനന്ദനം അറിയിക്കുകയാണ് ഞങ്ങളുടെ സംഘാടക സമിതിയുടെ പേരിൽ. അപ്പോൾ ഈ 29 വർഷത്തിന് ശേഷം നടന്ന ഈ ഒരു സംഭവത്തിൻ്റെ ഇന്ന് പരിസമാപ്തി കുറിക്കുകയാണ്. എന്തായാലും വന്ന, അതായത് കാണികൾക്കായാലും ഭക്തജനങ്ങൾക്കായാലും ഇതിൻ്റെ സംഘാടക മികവിന് വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും ഒരു 1000 നന്ദി പറയാണ്. നമ്മൾ നിങ്ങൾ എന്നില്ലാതെ ഇത് നമ്മുടേതാണ് എന്ന ബോധ്യത്തോടു കൂടിയാണ് ഓരോ നാട്ടുകാരും ഈ രംഗത്തിന് ഓരോ ഘട്ടത്തിലും ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു എങ്ങനെയാ ഇതിങ്ങനെ കൊണ്ടുപോകാന്ന് പല ഘട്ടങ്ങളിൽ നമ്മൾ ഈ ആശങ്ക തോന്നി ഓരോ സാധനങ്ങളെ വളരെ വളരെ ഈസി ആയിട്ട് ഇങ്ങനെ ഓരോ ട്രാക്കിലേക്കൂടെ കൊണ്ടുപോകാന്ന് പറയുന്നത് അതൊരു വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആദ്യം ഇതിനൊരു നന്ദി പറയുന്നത് നമ്മുടെ ഇത്രയും ഭംഗിയായിട്ട് ഇത് സമാപിച്ചതിന് നമ്മുടെ നാട്ടുകാരോട്, അല്ലെ എൻ്റെ നാട്ടുകാരോട്, നമ്മുടെ സ്വന്തം നാട്ടുകാരോടാണ് ഇതിനാദ്യം ഒരു നന്ദി പറയണം. അത് കഴിഞ്ഞിട്ട് ബാക്കി എല്ലാം ഉള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. ബാക്കിയുള്ളത് പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഇതിൻ്റെ ആചാരപരമായിട്ട് ഇതിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓരോരുത്തരും ഇതിപ്പോ എങ്ങനെയാ വലുപ്പ ചെറുപ്പങ്ങളൊന്നും അളക്കാനോ ഒന്നും അറിയില്ല, എവിടുന്നാ തുടങ്ങണ്ടത് എങ്ങനെയാ തുടങ്ങേണ്ടതെന്ന് അറിയില്ല. പിന്നെ ബാക്കിയുള്ള പല ആളുകളെ അപേക്ഷിച്ച് നമ്മുടെ ഒരു വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ക്ഷേത്രത്തിൽ സാധാരണ ഒരു അമ്പലത്തിൽ ഒരു കലശമോ പൂജയോ പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെ നടത്തണമെന്നും അത് എങ്ങനെ നടത്തിക്കണമെന്നും വളരെ കൃത്യമായിട്ട് അറിയാം. ഒരു പ്രതിഷ്ഠയാണ് വേണ്ടതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിന് എന്തൊക്കെ വേണമെന്നും അതിന്റെ സംഘടിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്നും അത് ഏത് തരത്തിൽ ഏകോപിപ്പിക്കണം എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ ഒരു കളിയാട്ട വിഷയമാവുന്ന സമയത്ത് അത് കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാന്നുള്ളത് സത്യത്തിൽ അതിന്റെ ഒരു ആചാരപരമായിട്ടുള്ള, കാരണം 29 വർഷം മുമ്പ് നടത്തിയൊരു സാധനമാണ്. അതിന്റെ ഇടയിൽ ഒന്നും നമ്മളായിട്ട് നേരിട്ട് ഇതിന് നടത്തുന്നില്ല. ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും ഈ പറഞ്ഞ മാതിരി ഒരു പല ഘട്ടങ്ങളിൽ നടത്തുന്നവരുടെ അല്ലെങ്കിൽ മറ്റു ക്ഷേത്രങ്ങളിൽ പൂജയ്ക്ക് പോകുന്ന ഒരു ബന്ധമല്ലാതെ ഇത്തരം ഒരു സാധനം പൂർണ്ണമായിട്ട് ആ ഒരു നിറഞ്ഞ മനസ്സോടുകൂടിയാണ് അത് പറയുന്നത്. അതിങ്ങനെ നമ്മളെ കൊണ്ട് ഇങ്ങനെ ഒരു നമ്മളൊരു കേവലം ചട്ടുകം മാത്രമാണ്. ഇത് മുഴുവൻ ഇത് ആഗ്രഹിച്ചതും തീരുമാനിച്ചതും നടപ്പാക്കിയതും നമ്മൾ ഉപാസിക്കുന്ന ഈ മന്ത്രമൂർത്തികൾ തന്നെയാണ്. ഒരു സംശയമില്ല കാര്യത്തിൽ. ഇത് നിങ്ങൾ ഓരോരുത്തരും കൂടി ചേർന്ന് നടപ്പാക്കിയതാണ്. അത് അവരുടെ ഇച്ഛയാണ്, അവരും ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു ജ്ഞാനമാണ്. അത് ക്രിയാരൂപത്തിൽ ഞങ്ങളിലൂടെ ഈ മന്ത്രമൂർത്തികൾ നടപ്പാക്കുകയാണ് ചെയ്തത്. അവരുടെ ഇച്ഛ അത് പൂർത്തീകരിക്കുകയാണ് ചെയ്തത് എന്നുള്ളത് അത് പൂർണ്ണ ബോധ്യത്തോടു കൂടി പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ സന്ദർഭത്തിൽ നിങ്ങൾ ഓരോരുത്തരെയും അഭിമുഖീകരിക്കുന്നത്. അതും വാക്കുകൾക്ക് അതീതമാണ്. അതെങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നൊന്നും അറിയില്ല. എന്തൊക്കെ പറഞ്ഞാലും അതൊക്കെ ഒരു വലിയൊരു ഭാഗ്യമായിട്ടും നിമിത്തമായിട്ടും കാണുകയാണ്. അതിവിദൂരമല്ലാത്ത ഭാവിയിൽ വീണ്ടും അതിനുള്ളൊരു സാഹചര്യം ഈ മന്ത്രമൂർത്തികൾ ഉണ്ടാക്കി തരട്ടെ എന്നും കൂടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് സത്യത്തിൽ ഇന്നിപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു ഇതിന് പരിസമാപ്തി കുറിക്കുന്നത്.
അതിന് അന്ന് സാഹചര്യം അവർക്ക് എപ്പോഴാണോ ഇച്ഛ ഉണ്ടാവുന്നത്, ആ ഇച്ഛ ഉണ്ടാവുന്ന ഘട്ടത്തിൽ അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാക്കി തരട്ടെ, നമ്മളെ അതിന് യുക്തരാകട്ടെ. നമുക്കെല്ലാവർക്കും വീണ്ടും ഇതുപോലെ കൂടിക്കാണാനും ഇതുപോലെ സന്തോഷമായിട്ട് പരിസമാപിക്കാനുള്ളൊരു യോഗം കൂടി അന്ന് ഉണ്ടാക്കി തരട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുകയാണ് സത്യത്തിൽ. ഇന്ന് അതീവ സന്തുഷ്ടനാണ്. കാരണം ഞങ്ങളൊരു ഏതാണ്ടൊരു 2024 മനസ്സിൽ തോന്നിയ ഒരു ആശയമായിരുന്നു ഇവിടുത്തെ ഒരു മലയറാട്ട്. സാധാരണ മലയറാട്ട് ഇങ്ങനെ പണ്ടൊക്കെ 12 കൊല്ലം കൂടുമ്പം 24 കൊല്ലം കൂടുമ്പോൾ കഴിക്കാറുണ്ട് എന്നാണ് കേട്ടിരുന്നത്. പക്ഷേ ഇന്നത്തെ ഈ സാഹചര്യം സാമ്പത്തികത്തിൻ്റെയും മറ്റതൊക്കെ ഇതുകൊണ്ട് ഏതെങ്കിലും കാലത്ത് കഴിക്കുക അങ്ങനെയായി. പക്ഷെ എന്നാലും ഒരു തലമുറ ഉണ്ടായാൽ, ഒരു ഇല്ലത്തൊരു കുട്ടി ഉണ്ടായാൽ, ആ കുട്ടി ആൺകുട്ടിയായി ഉണ്ടായാൽ അവിടെ ആ തലമുറയിൽ ഒന്ന് കഴിക്കും. അപ്പോൾ ഞാൻ ഇതിനു മുമ്പേ എനിക്ക് മക്കളുണ്ടായ സമയത്ത് ഞാൻ ഒന്ന് കഴിച്ചു. ഇപ്പോൾ വീണ്ടും മക്കളുണ്ടായപ്പോൾ രണ്ടാമത്തേതാണ്. ഇത് ഇത്രയൊന്നും കേമാവൊന്നും ഒട്ടും ധരിച്ചിട്ടില്ല. ഇതൊക്കെ ഈ ഞങ്ങളുടെ തളിപ്പറമ്പ് തമ്പുരാൻ രാജരാജേശ്വരൻ്റെയും ഇവിടുത്തെ ഭഗവതീൻ്റെയും ഗുരുകാരണവന്മാരുടെയും ഒറ്റ അനുഗ്രഹം കൊണ്ടാണ് ഇത് ഇത്രയും ഭംഗിയായിട്ട്, എൻ്റെ മനസ്സിൽ വിചാരിച്ചതിനേക്കാൾ 100 ഇരട്ടി ഭംഗിയായിട്ട് കഴിക്കാൻ സാധിച്ചു. ഒന്നിനും ഒരു കുറവുണ്ടായിരുന്നില്ല. അതിലധികം പറയേണ്ടത് ഇപ്പം നാട്ടുകാരുടെ, അതിലധികം ഏറ്റവും പറയേണ്ടത് ഈ നാട്ടുകാരുടെ ഒരു സഹകരണം. അവർ എന്തെല്ലാം തരത്തിലാണോ ഞങ്ങളെ സഹായിച്ചത്, എന്തെല്ലാം തരത്തിലാണോ സഹകരിച്ചത്, ഇന്ന് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത, വാക്കുകൊണ്ടുകൂടി പറയാൻ പറ്റാത്ത അത്രയധികം ഒരു സമയമാണിപ്പോൾ. എല്ലാം കൊണ്ടും, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അവരുടെ ത്യാഗം വളരെ പ്രശംസനീയമാണ്. മാത്രമല്ല ഞങ്ങളുടെ ഈ ഉപാസനയുടെയും ഇതിൻ്റെ ഒരു ഫലം ശരിക്ക് കാണാനിടയായി. ഇതിൻ്റെ ഇടയിൽ എനിക്കൊരു ചെറിയൊരു ആശൗചം വന്നു. പേടിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ആ ആശൗചം ഇതിനു മുമ്പായിട്ടങ്ങ് തീർന്നു കിട്ടി. അത് വളരെ ഒരു അനുഗ്രഹമാണ് തോന്നിയത്. അതേപോലെ തന്നെ സാമ്പത്തികമായിട്ട് ഇതിനൊക്കെ ഈ പൊതുവേ ഒരു ക്ഷേത്രത്തിൽ നടത്തുക എന്ന് വിചാരിച്ചാൽ അപ്പം ഒരു കമ്മിറ്റി പിരിവും മറ്റതൊക്കെ ഉണ്ടാവും. ഇതിപ്പം സ്വന്തം കുടുംബത്തിൻ്റെതായതുകൊണ്ട് അങ്ങനെ ഒരു മറ്റുള്ള ആൾക്കാരിൽ നിന്നും ഒരു സംഭാവനകളോ മറ്റതൊന്നും സ്വീകരിക്കാതെ നമ്മുടെ ആസ്തി കൊണ്ട് തന്നെയാണ് ഈ ഇതുവരെ നടന്നിരിക്കുന്ന ഈ പരിപാടികളൊക്കെ, ആ മലയറാട്ടൊക്കെ നടത്തിയത്. എന്തെന്നില്ലാത്തൊരു മനസ്സുഖം ഇന്നേക്ക് സാധിച്ചു. ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ ഇങ്ങനെ ഈ മനസ്സ് എന്തെല്ലാം ഒരു ഉത്കണ്ഠ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഉത്കണ്ഠയായിരുന്നു. അതിൻ്റെ ഇടയിൽ തന്നെ എനിക്ക് ആകപ്പാടൊരു പ്രശ്നമൊക്കെ തോന്നി. BP കൂടുന്നുണ്ടെന്നൊക്കെ തോന്നി. ഇതിങ്ങനെ ഓരോന്ന് ചിന്തിച്ച് രാത്രി ഉറക്കമില്ല. മാത്രമല്ല എനിക്കൊരു അത്ഭുതം തോന്നുന്നുണ്ടല്ലോ, ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒരു സ്വപ്നം കണ്ടു. ഇതിൻ്റെ ഇടയിൽ മഴ പെയ്യും. സത്യം, ഇതിന് 3 ദിവസം മുമ്പേ അസ്സൽ മഴ പെയ്തു. ശരിക്കും പറഞ്ഞാൽ ഭഗവാൻ ഞങ്ങളെ ഒന്നിച്ചിങ്ങനെ എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് നടത്തിച്ച് തരാൻ വേണ്ടി ഭഗവാൻ ഞങ്ങൾ ഒന്നിച്ച് എല്ലാ തരത്തിലും ഉണ്ടായിരുന്നില്ല. എൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ്.
ഇത് നിശ്ചയിച്ച് അന്ന് തുടങ്ങിയത് ഞങ്ങൾ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലേക്ക് സങ്കല്പിച്ചിട്ട് ഒരു നെയ്യ് കടാവിളക്കായിട്ട് വെച്ചു. അതായത് ഇന്ന് വരെ കത്തനുണ്ട്. എല്ലാ ദിവസവും 2 തിരി 5 തിരിയാക്കി 2 തിരിയാക്കിയിട്ടും ഇങ്ങനെ വിളക്ക് തമ്പുരാനെ സാക്ഷിയാക്കിയും കൊണ്ടാണ് ഞങ്ങൾ ഈ തുടക്കം. അതാ ഇന്ന് വരെ ഇനി നാളെ തളിപ്പറമ്പിലൊരു വഴിപാടൊരു പൊന്നും വെള്ളിക്കുടം വെച്ച് സമർപ്പിച്ചതോടുകൂടി നമ്മുടെ ഈ ദൗത്യം പൂർത്തീകരിക്കും. ഇതിൽ സഹകരിച്ച എല്ലാ മനസ്സുകൾക്കും, എല്ലാ ദേവന്മാർക്കും, എല്ലാ നല്ലവർക്കും, ജനങ്ങൾക്കും, നാട്ടുകാർക്കും ഇതിലധികം നന്ദി പറയാനില്ല. നമസ്കാരം. 29 വർഷങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് ഈ മന്ത്രശാല തിരുമുറ്റത്ത് മന്ത്രമൂർത്തികൾ അരങ്ങൊഴിയുകയാണ്. ഇനി അമ്മ ഭഗവതിമാരും മന്ത്രമൂർത്തികളും അരങ്ങിൽ നിന്നും അണിയറയിലേക്ക്. ഇനി മറ്റൊരു മലയറാട്ടുകാലത്തിന് പ്രാർത്ഥനാനിരതമായ കാത്തിരിപ്പ്.